ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു ഗംഭീര സിനിമ കണ്ടു. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട എന്നെ തൃപ്തിപ്പെടുത്തിയ ഏറ്റവും അപൂർവമായ സിനിമകളിൽ ഒന്നായി ഞാൻ ഇന്നലെ കണ്ട സിനിമ മാറി. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ദി ഒഡിസി. ക്രിസ്റ്റഫർ നോളനെ പറ്റി നമുക്ക് നേരത്തെ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ദി ഫോളോയിങ് മുതൽ ഇക്കഴിഞ്ഞ ഓപ്പൺ ഹൈമർ വരെയുള്ള സിനിമകൾ നമ്മുടെ ചലച്ചിത്ര ലോകത്ത് എന്നും ഒരു വാർത്ത തന്നെയാണ്. ഈ ലോക സിനിമയിലെ ഒരു റിയൽ മാസ്റ്റർ തന്നെയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ പലപ്പോഴും ചിലരുടെയൊക്കെ ചില സിനിമകൾ വളരെ മികച്ചതായി മാറാറുണ്ട്. അതിനുശേഷം ഇറക്കുന്ന സിനിമകളാകട്ടെ ആ നിലവാരം കാണിക്കാറില്ല. എന്നാൽ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ മെമൻറ്റോ, ഇൻസെപ്ഷൻ, ഡങ്ക്രിക്, ഇൻ്റർസ്റ്റെല്ലാർ, പ്രസ്റ്റീജ്, ഡാർക്ക് നൈറ്റ് തുടങ്ങി അദ്ദേഹം സംവിധാനം ചെയ്ത 13 സിനിമകൾ എടുത്തു നോക്കിയാൽ 13 എണ്ണവും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് മാത്രമല്ല, അത് ലോക സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൻ്റെ മുന്നിൽ തന്നെ വരുന്നുമുണ്ട്. അപ്പോൾ അത്രയും പ്രതിഭ കൊണ്ടും ഏതൊരു വലിയ പ്രോജക്റ്റും എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് കൊണ്ടും അദ്ദേഹം ലോകത്തിൽ നമ്പർ 1 തന്നെ ഇപ്പോൾ തുടരുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഈ പ്രാവശ്യം തൻ്റെ സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ പ്രശസ്തമായ ഹോമറിൻ്റെ ദി ഒഡീസിയാണ്. ഒഡിസി എന്നത് ട്രോജൻ വാറിന് ശേഷം അതിലെ ഇത്താക്ക എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ രാജാവായ ഒരു ട്രോജൻ പോരാളി ഒഡീസിയസ് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നാട്ടിലേക്ക് പോകുന്നതാണ് കഥയുടെ പശ്ചാത്തലം. അതിനിടയിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും വെല്ലുവിളികളുമൊക്കെയാണ് ആ ഇതിഹാസത്തിലെ കഥാപരിസരം. സൂപ്പർ നാച്ചുറൽ എലിമെൻസും വിച്ചസും രാക്ഷസന്മാരും കടലും കടൽക്ഷോഭവും കപ്പൽ ഛേദവുമെല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ഫാൻറ്റസിയും ഹൊററുമെല്ലാം കൂടിച്ചേർന്ന ഒരു ഇതിഹാസ കഥ തന്നെയാണത്. അത് സിനിമയാക്കുക എന്നത് ഒരു മനുഷ്യസാധ്യമായ ഒന്നാണോ എന്ന് പോലും നമുക്ക് തോന്നും. എന്നാൽ നോളൻ എന്ന് പറയുന്ന ഗ്രേറ്റ് ഫിലിം മേക്കർ കയ്യിലേക്ക് ആ കഥ വന്നപ്പോൾ അതിനെ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് മാറ്റി. നമ്മുടെ പ്രശസ്ത സാഹിത്യകാരനായ MT വാസുദേവൻ നായർ മഹാഭാരതത്തിലെ ഭീമനെ മാറ്റി 2ാം ഊഴമാക്കിയതുപോലെ ക്രിസ്റ്റഫർ നോളൻ തന്നെ തിരക്കഥ എഴുതിയ ഈ ഒഡിസി എന്ന സിനിമയ്ക്ക് അദ്ദേഹം ദൈവങ്ങളും സൂപ്പർ നാച്ചുറൽ എലിമെൻസും രാക്ഷസന്മാരും എല്ലാം അടങ്ങിയ ആ കഥയെ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തികഞ്ഞ റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ റിയലിസ്റ്റിക്കായ അവതരണമാകട്ടെ ആ സിനിമയെ ഒരുപാട് ഇമോഷണലി ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ ഇതൊരു ഹൊറർ ഫാൻറ്റസി ത്രില്ലറിനൊക്കെ അപ്പുറം ഇതൊരു ഇമോഷണൽ ഡ്രാമയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന രംഗങ്ങളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലാക്കുന്ന തിയേറ്ററിൽ നിന്ന് പുറത്തു പോയാലും നമ്മെ ചിന്തിപ്പിക്കുന്ന വിട്ടുമാറാത്ത ഒരുപാട് മുഖങ്ങൾ ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. കഥ പറച്ചിൽ അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നോൺ ലീനിയർ രീതി. നേരെ പറയാതെ അതിനെ പാസ്റ്റും പ്രസൻറ്റും എല്ലാം ഇടകലർത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കഥ പറച്ചിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കാണാൻ പറ്റും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ മുഖ്യ ആകർഷണവും ശക്തി. ഈ സിനിമയിലും അദ്ദേഹം നോൺ ലീനിയർ രീതി കുറേ ഭാഗങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രോജൻ വാർ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് കാണിക്കുന്നത്. ട്രോജൻ വാറിൻ്റെ തുടക്കം ഈ സിനിമയുടെ തുടക്കത്തിലും പിന്നീട് അതിൻ്റെ എൻഡിങ് ഈ സിനിമയുടെ എൻഡിങ്ങിലുമാണ് കാണിക്കുന്നത്. ട്രോജൻ വാറിലെ ഏറ്റവും ആവേശകരമായ ട്രോജൻ കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് പടയാളികൾ ആ കോട്ടയ്ക്കുള്ളിൽ കടക്കുകയും രാത്രി അതിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ കൊല്ലുന്ന ആ രംഗമാണ് ഇങ്ങനെ 2 ഭാഗങ്ങളാക്കിയത്. പക്ഷേ ഈ 2 ഭാഗങ്ങളാക്കിയപ്പോഴും 2 രീതിയിലുള്ള ഇമോഷൻസാണ് ഇത് നമ്മിലേക്ക് കടത്തിവിടുന്നത്. 1ാമത്തെ ഭാഗത്തിൽ രാത്രിയിൽ കുതിരയ്ക്കുള്ളിൽ നിന്നും പട്ടാളക്കാർ ചാടി ഇറങ്ങിയുള്ള പോരാട്ടവും പിന്നീട് അവർ ഓടിപ്പോയി ആ വലിയ കോട്ടയുടെ ഗേറ്റ് ഉള്ളിൽ നിന്ന് അടച്ച ഗേറ്റ് തുറക്കുന്ന ആ ആവേശകരമായ ആ രംഗവുമെല്ലാം തന്നെ വളരെ ആവേശത്തോടു കൂടി വളരെ ത്രില്ലിംഗ് ആയ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ട് നമ്മൾ ആവേശഭരിതരാകുകയും ചെയ്യും, കൈയടിക്കുകയും ചെയ്യും. അങ്ങനെ ഗേറ്റ് തുറന്നതോടുകൂടി പുറത്തുനിന്ന് പോരാളികൾ കോട്ടയ്ക്കുള്ളിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പ്രവേശിക്കുന്നിടത്ത് അവിടെ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ കട്ട് ചെയ്യാണ്. ഇത് പ്രേക്ഷകനെയെല്ലാം ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് അത് കട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ട്രോജൻ വാർ വീണ്ടും കാണിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഏകദേശം അവസാനമാണ്. അത് കാണിക്കുന്നതാകട്ടെ ഇതിലെ നായകനായ ഒഡീസിയസിൻ്റെ ഒരു റിഗ്രറ്റ് പോലെ, പശ്ചാത്താപം പോലെയാണ് ഈ ട്രോജൻ വാർ കാണിക്കുന്നത്. ഇത് ഈ അനാവശ്യമായ പെണ്ണിന് വേണ്ടി നടന്ന ഈ യുദ്ധത്തിൻ്റെ പേരിൽ എത്ര 10,000-ങ്ങളാണ് കൊല്ലപ്പെടുന്നത് എന്ന അതിനെല്ലാം കാരണക്കാരായി താനാണെന്നും
തനിക്കൊരു സമാധാനവും ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുമുള്ള ബോധ്യത്തിൻ്റെ തിരിച്ചറിവിലൂടെ പശ്ചാത്താപത്തിലുമാണ് യുദ്ധത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകന് ആ യുദ്ധത്തിൻ്റെ ആവേശമല്ല അത് അവനിൽ നിറയ്ക്കുന്നത്. അത് അവനിൽ നിറയ്ക്കുന്നത് യുദ്ധത്തിൻ്റെ കെടുതികളും ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെയാണ്. അങ്ങനെ രണ്ട് രീതിയിൽ ഒരു യുദ്ധത്തെ തന്നെ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്ന ഒരു നൊളൻ വിസ്മയം ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയെ പറ്റി പറയാനുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ്. ഇത്രയും ഫാൻറ്റസിയും എല്ലാം ഉണ്ടെങ്കിലും ദൈവങ്ങളും രാക്ഷസന്മാരും വിച്ചസും ഒക്കെ ഇതിൽ കടന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ഗ്രൗണ്ടഡ് ആയ ഭൂമിയിൽ തന്നെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ആ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിലൊന്ന് ഒരു ഗുഹയിൽ വെച്ച് ഒരു ഭീമാകാരനായ ഒറ്റക്കണ്ണുള്ള ഒരു രാക്ഷസൻ ഇവരെ ഉപദ്രവിക്കുന്നതൊക്കെയാണ്. പക്ഷേ അവിടെ ആ രംഗത്ത് പോലും ആ രാക്ഷസനോട് അനുകമ്പ തോന്നുന്ന വിധത്തിലാണ് അതുപോലും ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നീടുള്ളതാകട്ടെ ഒരു വിച്ചസിൻ്റെ അടുത്തെത്തുന്നതും അവിടെ വെച്ച് ഇവരെയെല്ലാം വിച്ചസ് മറ്റ് മൃഗങ്ങളാക്കി മാറ്റുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കാണുമ്പോഴും ഇതൊക്കെ നമുക്ക് ഒരു അനുകമ്പാപൂർണമായ ഒരു മനസ്സോടു കൂടി മാത്രമേ ഈ വിച്ചസിനെയും രാക്ഷസന്മാരെയൊക്കെ കാണാൻ പറ്റൂ. അങ്ങനെ ആകെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നായകനായി വരുന്ന ഒഡീസിസ് ആകട്ടെ 10 കൊല്ലത്തെ ട്രോജൻ വാറിന് ശേഷം 2 ആഴ്ച സഞ്ചരിച്ചാൽ എത്താവുന്ന തൻ്റെ നാട്ടിലേക്ക് വർഷങ്ങളായിട്ടും എത്താനാവാതെ കടൽക്ഷോഭത്തിലും വഴിതെറ്റലെല്ലാം പെട്ട് പല സ്ഥലത്തും അലഞ്ഞ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ പറ്റിയുള്ള ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ട് കഴിയേണ്ടി വരുന്നതും പിന്നീട് അവസാനം തൻ്റെ ഭാര്യയുടെ അടുത്തെത്തുന്നതുമൊക്കെയാണ് ഇതിൻ്റെ പ്രമേയം. ഒരു ജീവിത ദുരന്ത യാതനയുടെ എല്ലാം തൻ്റെ മുഖത്തും ശരീരത്തെല്ലാം പേറുന്ന ഒരു മികച്ച അഭിനേതാവിന് മാത്രമേ ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തേക്ക് അഭിനയിച്ച് വിജയിപ്പിക്കാൻ കഴിയും. അത് തീർച്ചയായും മികച്ച ഹോളിവുഡ് നടനായ മാറ്റ് ഡാമൻ്റെ കയ്യിൽ സുരക്ഷിതമായി തന്നെ നിൽക്കുകയും ചെയ്തു. മാറ്റ് ഡാമനെ നമുക്കറിയാം ദ സേവിംഗ് പ്രൈവറ്റ് റാൻ തുടങ്ങിയ സിനിമകളിലൊക്കെ നായക കഥാപാത്രമായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം ക്രിസ്റ്റഫർ നോളന്റെ ഒരു ഇഷ്ട നായകൻ കൂടിയാണ്. അദ്ദേഹത്തിന് തന്നെ ഓപ്പൺ ഹൈമറിൽ മാറ്റ് ഡാമൻ അഭിനയിച്ചിട്ടുണ്ട്. ഒഡീസിയസിന്റെ ഭാര്യയായ പെനലപ്പിയായി അഭിനയിച്ച ആൻ ഹാത്വേ അവരും ക്രിസ്റ്റഫർ നോളന്റെ തന്നെ പല സിനിമകളിലും കഥാപാത്രമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡാർക്ക് നൈറ്റ് റൈസസ്, ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയ സിനിമകളിൽ മികച്ച അഭിനയം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. മറ്റൊന്നുള്ളത് ിന്റെ മകനായി വരുന്ന ഒരു കഥാപാത്രമാണ്. അത് അഭിനയിച്ചിരിക്കുന്നതാകട്ടെ നമ്മുടെ സ്പൈഡർമാനിലെല്ലാം പീറ്റർ പാർക്കറായി അഭിനയിച്ച ടോം ഹോളണ്ടാണ്. ദി ട്വിലൈറ്റ് സ്വാഗയിലൂടെ പ്രശസ്തനായ റോബർട്ട് പാറ്റിൻസൺ ഈ സിനിമയിൽ ഒരു പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും രസകരവും വിവാദപരവുമായ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹെലനെ കാസ്റ്റ് ചെയ്തതാണ്. ഹെലൻ നമുക്കറിയാം, ഹെലൻ എന്നത് ഭൂലോക സുന്ദരിയാണ്. അത് ഇതുവരെ പല സിനിമകളിലും നാടകങ്ങളിലും എല്ലാം തന്നെ ഉള്ളത് ഒരു വെള്ളക്കാരിയായ സുന്ദരിയായിട്ടാണ്. അങ്ങനെയുള്ള തികച്ചും വെള്ളക്കാരിയായ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ ഹെലനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നീഗ്രോ വംശജിയായിട്ടാണ്. കെനിയൻ മെക്സിക്കൻ നടിയായ ലുപ്പിറ്റ ഞോൻഗോ ആണ് ഈ സിനിമയിൽ ഹെലനായി അഭിനയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ തീർച്ചയായും അത് കുറച്ചു കാലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് പൂർണ്ണമായും ഫിലിമിൽ ചിത്രീകരിച്ച ഒരു 70mm IMAX സിനിമയാണ്. IMAX തിയേറ്ററെല്ലാം നമ്മുടെ നാട്ടിൽ അത്ര കൂടുതലില്ലെങ്കിൽ പോലും ഒരു മികച്ച തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഇത് നല്ലൊരു മികച്ച സിനിമ അനുഭവം തന്നെ നൽകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ബൃഹത്തായ സിനിമകൾ ഉപയോഗിക്കുമ്പോൾ ഒരു CGI ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നും തന്നെ ഒരു പരിധിയിലധികം ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ റിയൽ ലൊക്കേഷൻസ് ആണ് ഇതിന് പലതിനും ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ഇതിന് പറ്റിയ പല ലൊക്കേഷൻസും ഇതിനു വേണ്ടി തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലെ ട്രോജൻ ഹോഴ്സ് എല്ലാം അതൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലല്ലാതെ ഒരു റിയൽ ഹോഴ്സ് തന്നെയാണ് അത്രയും വലിപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ജെനുവിനിറ്റി അല്ലെങ്കിൽ ഒരു റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഹോഴ്സിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ. വലിയ ഇതിഹാസത്തെ എങ്ങനെ ഒരു സിനിമാ രൂപത്തിലേക്ക് മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് ഈ സിനിമ. ഇത്രയും ഒരു ഗ്രാൻഡ് സ്കെയിലിൽ ഒരു സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തെല്ല് പോലും മുഷിപ്പിക്കാതെ 3 മണിക്കൂർ നേരം നമ്മെ പിടിച്ചിരുത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും.
പലപ്പോഴും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ചിലപ്പോൾ ആ ഗ്രീക്ക് ഇതിഹാസങ്ങളെ പറ്റി അത്ര അറിവുണ്ടായിരിക്കണമെന്നില്ല. അതിലെ പല പേരുകളും അതിലൊന്നും കഥാപാത്രങ്ങളൊന്നും തന്നെ നമുക്കൊരു മുൻപരിചയമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 3000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥാപരിസരമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഒരു 3000 കൊല്ലത്തിന് മുമ്പുള്ള കഥാപരിസരത്തെ കൃത്യമായി വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതിനും ഇതിൻ്റെ സംവിധായകൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ മഹാഭാരതം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു നിൽക്കുന്ന 2-ാം ഊഴം, ഈ 2-ാം ഊഴം നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം അതൊരു മറ്റൊരു മാസ്റ്റർ പീസാക്കി ലോകത്തിന് മുന്നിൽ എത്തിക്കുമായിരുന്നു. ഹോമറിൻ്റെ വലിയ സിനിമാ സാധ്യതകളൊന്നും അത്രയില്ലാത്ത ഒഡിസി എന്ന മഹാകാവ്യത്തെ 3 മണിക്കൂർ ഇമോഷണലി ത്രില്ലിംഗ് ആയ ഒരു സിനിമയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-ാം ഊഴമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂർണ്ണമായും സുരക്ഷിതമാണ്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം സിനിമാ കമ്പം നൽകുന്ന ഗ്യാരണ്ടിയാണ് മടിച്ചു നിൽക്കേണ്ട. നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിൽ, കഴിയുന്ന നല്ല തിയേറ്റർ നോക്കുക, ഈ സിനിമ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കാണുക. ഒരു മികച്ച ഒരു സിനിമാ അനുഭവം നിങ്ങൾക്ക് അത് നൽകുന്നതായിരിക്കും. കുറേ കാലത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ മാറ്റ് ഡീമൻ്റെ ഒഡിസിയും ആൻ ഹാത്വേയുടെ പിനലപ്പിയും നീഗ്രോ ആയ ഹെലനുമൊക്കെ ഒരിക്കലും മായാത്ത കഥാപാത്രങ്ങളായി ഈ സിനിമ നിലനിർത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.